ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കുറച്ച് പ്ലാന്റ് കളക്ഷൻ ഉണ്ട്. അത്ര ഹ്യൂജ് പ്ലാന്റ് കളക്ഷനൊന്നുമല്ല, ചെറിയ രീതിയിൽ കുറച്ച് പ്ലാന്റ്സ്, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സും നോൺ ഫ്ലവറിങ് പ്ലാന്റ്സും അങ്ങനെയുള്ള കുറച്ച് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സും എന്താ പറയുക, ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ് കളക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ നെയിമും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ബൊട്ടാണിക്കൽ നെയിമും സയൻറ്റിഫിക് നെയിമൊന്നും ഞാൻ പറയുന്നില്ല. സാധാ രീതിയിൽ നമുക്ക് കണ്ടുപോകാം. അപ്പോൾ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ചൈനീസ് ബോൾസം കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആയിരുന്നു. ഇത് കണ്ടോ, ഇത് ഭയങ്കര എന്താ പറയുക, ഒരു ക്രീപ്പിംഗ് ടൈപ്പ് ഒരു എന്ന് പറയുക, നിലം കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡായി കിടക്കുകയാണ്. നല്ല പട്ട് വിരിച്ചതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടി. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ 8 മണിയനോ 10 മണിയനോ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതെന്തോ 12 മണി എങ്ങാണ്ടോ ആണെന്ന് തോന്നുന്നു. ഒരു 12 മണിയോട് കൂടിയാണ്, ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയാണ് ഇത് വിടർന്നത്. അപ്പോൾ ഓരോ ടൈമിംഗ് അനുസരിച്ച് വിടരുന്നതിന് അതായത് പേരാണല്ലോ കൊടുക്കുന്നത്. 10 മണി, 8 മണി, 12 മണി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചെത്തിയാണ്. അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ വെച്ച് എപ്പോഴും വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് കംപ്ലീറ്റ് നട്ടത് ഞാനാണ്. പിന്നെ ഇപ്പോൾ അത് അമ്മച്ചി നോക്കുന്നു, പരിപാലിക്കുന്നു. ഇത് ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ചെടി സ്നേഹിയാണ്. ഗാർഡനിങ്ങും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ എന്താ പറയുക, ദുബായിലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ കിട്ടാതെ ചെടി എങ്കിലും അമ്മച്ചി ഒരുപാട് ഇൻഡോർ ടൈപ്പൊക്കെ അമ്മച്ചി പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെയും അമ്മച്ചിയുടെയും കൂടെ ഉള്ള കുറച്ച് പ്ലാന്റ് കളക്ഷൻസാണ്. പിന്നെ ഇത് മുല്ല എന്ന് പറയുന്നത് എന്താ പറയുക, പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കട്ട് ചെയ്ത് വിട്ടത് കൊണ്ട് ഇപ്പോൾ ഇലയൊക്കെ തളർക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ കോമൺ ഹിബിസ്കസ്, സാധാ നോർമലി എന്താ പറയുക, നല്ല ഡീപ്പ് റെഡ് വന്നിട്ട് ഉള്ള ചെമ്പരത്തി. അപ്പോൾ അതും നല്ല ഭംഗിയുണ്ട്. അപ്പം എല്ലാം വിട്ടിരിക്കുകയാണ്. എല്ലാം ഒരു വലിയ മരമായി ട്രീ ആയപ്പോഴത്തേനും ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ നട്ട എൻ്റെ മൽബറിയാണ്. ഇത് ഒരുപാട് ലോങ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ ഹാർവെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതും കട്ട് ചെയ്ത് ഇപ്പോൾ പുതിയ ഇല കിളിർത്ത് വരുന്നു. ഇത് എന്തോ ഒരു ചെറിയൊരു ടൈപ്പ് ഫ്ലവറിങ് പ്ലാന്റാണ്. ഇത് അമ്മച്ചിയുടെ കളക്ഷനിലുള്ളതാണ്. പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇൻഡോർ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ അമ്മച്ചി ഒന്നും തന്നെ വെച്ചിട്ടില്ല. എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് കംപ്ലീറ്റ് അമ്മച്ചി ഔട്ട്ഡോറിലാണ് വെക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേനും ഈ പ്ലാന്റ്സൊക്കെ ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാമല്ലോ. ഇത് വേറെ ഒരു ടൈപ്പ് അടിപൊളിയായിട്ട് ഒരു സൂപ്പർ. ഇത് നിലത്ത് വെച്ചെങ്കിൽ ആ ഭാഗം മുഴുവൻ സ്പ്രെഡാകും, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന കാണാം. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതും വേറെ ഒരു ടൈപ്പ്. ഇതൊക്കെ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫിൻ്റെ ഒരു സൗന്ദര്യം നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ഇത് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടിയാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ചേമ്പിൻ്റെയൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ഒരു മിനി ഇതെന്ന് പറയുന്നത് നമ്മുടെ ലില്ലി കാറ്റഗറിയിൽപ്പെട്ട ഇക്കടെ കസിൻ്റെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് നമ്മളൊരു 3-4 വർഷം മുന്നേ ഒരു ചെറിയ പീസ് കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ അത് പല പല ചട്ടികളിലായി, ഒരുപാട് ചട്ടികളിലുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നതും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റാണ്, ഔട്ട്ഡോറിലും വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലില്ലി അല്ലല്ലോ, നമ്മുടെ ബാമ്പു കാറ്റഗറിയിൽ. ഇതൊക്കെ നമ്മുടെ മണി പ്ലാന്റ് കാറ്റഗറിയിൽ പെട്ട പല ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ എന്താ പറയുക, നമ്മൾ ഗാർഡനിലൊക്കെ പോകുമ്പോഴത്തേനും ചോദിക്കാറുണ്ട്. ചെറിയ എന്തോ പീസിന് തന്നെ നല്ല റേറ്റാണ്. ഇതൊക്കെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡോർ കളക്ഷൻസാണ്. ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ദുബായിലൊക്കെ നമ്മൾ നെസ്റ്റോയിലും ലുലുവിലൊക്കെ പോയപ്പോൾ ചോദിക്കാറുണ്ട്. ഒരു ചെറിയ പീസിന് തന്നെ 25 ദിറംസ് 30 ദിറംസ് പറയാറുള്ള ചെടികളാണ് ഈ ഒരു കളക്ഷൻസിൽ ഞാൻ കാണിക്കുന്നതെല്ലാം. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾക്ക് ദുബായിൽ നമ്മുടെ ബാൽക്കണി അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് ഞാൻ ഗാർഡനിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര സജീവമായിട്ടില്ല. ഇനിയിപ്പോൾ മുന്നോട്ട് നമുക്ക് എന്താ പറയുക, ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാകുമ്പോൾ പ്ലാന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ കുറച്ച് 3-4 ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ്റെയും ഒരു ഡിസൈനുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്.
അപ്പോൾ അത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അതിങ്ങനെ വെറുതെ ഒരു പീസ് എങ്ങാണ്ട് വെച്ച് വിട്ടതാണ്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലുള്ള സ്നേക്ക് പ്ലാന്റ്. അപ്പം ഇതും നല്ല ഭംഗിയാണ്. ഇത് നമ്മളിപ്പോൾ ഒരുപാടായി, അന്നൊക്കെ ഒരു പീസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുമായിരുന്നു. ഇത് നമ്മുടെ നോർമൽ ബോൾസം. ഞാൻ ഏറ്റവും ആദ്യം കാണിച്ചത് കുറച്ചും കൂടെ ബോൾസം 3 ടൈപ്പ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ബോൾസം. പിന്നെ ആദ്യം ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് കുറച്ച് സ്പെഷ്യൽ ബോൾസമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് മൈലാഞ്ചിയുണ്ട്, ചെത്തിയുണ്ട്, അങ്ങനെ പേരറിയാത്ത ഒരുപാട് റോസ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സ്പിനാച്ച് കാറ്റഗറിയിൽ പെട്ട, താഴെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ വളർത്തും, കട്ട് ചെയ്ത് വിട്ട് നല്ല ഭംഗിക്ക് വളർത്തും. ആ ഒരു കാറ്റഗറി, ഒരു സ്പിനാച്ച് കാറ്റഗറിയിലുള്ള ഒരു ഇതാണ്. ഇത് നമ്മുടെ 3ാമത്തെ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് വൈഡായിട്ടുള്ളതല്ല, കുറച്ച് നീണ്ട ടൈപ്പ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓർണമെൻ്റൽ പൈനാപ്പിളിൻ്റെ ഒരു പ്ലാന്റാണ്. നമ്മുടെ പൈനാപ്പിൾ ലൈക്ക് പ്ലാന്റാണ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ലില്ലി ഒരെണ്ണത്തിൽ തന്നെ, ഒരു ചട്ടിയിൽ തന്നെ 3-4 ടൈപ്പ് വെറുതെ അമ്മച്ചി പ്ലാന്റ്സ് എവിടെ നിന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിൽ തന്നെ 2-3 എണ്ണം കുത്തിവെക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ മഴയും കാര്യങ്ങളും വെയിലും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ചെടിയൊക്കെ കുറച്ച് അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മണി പ്ലാന്റ്. മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേനും വളരെ കുറവാണ്. അമ്മച്ചി എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ മാരിഗോൾഡ് ഒരുപാട് പൂക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ പൂവൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മുടെ ബുഷി ആയിട്ടുള്ള ഒരു ടൈപ്പ്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാമ്പു വെറൈറ്റിയിലൊക്കെ പെട്ട എന്തോ തോന്നുന്നു. എന്താണെങ്കിലും ബുഷിയായിട്ട് വളരെ രസമുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഈ നമ്മുടെ തണുപ്പൊക്കെ ഉള്ള പ്രദേശങ്ങളിലുണ്ടാവുന്ന ചൈനീസ് ബോൾസ്. ഭയങ്കര രസമാണ്, ചെറിയൊരു പീസ്.